നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വീണ്ടും നിർണായക ഘട്ടത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനും അറസ്റ്റിലായതോടുകൂടി പല കേന്ദ്രങ്ങളും വിറച്ചു തുടങ്ങുന്നു. ജയിലിൽ ഇപ്പോൾ കിടക്കുന്നവരുടെ അവസ്ഥ വീണ്ടും പരിതാപകരമായി തന്നെ തുടരുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഇനി അവരൊരിക്കലും പുറം ലോകം കാണില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും ഇനി ജയിലിൽ കിടക്കുന്നവരുടെ അവസ്ഥ? അവരിനി പുറത്തേക്ക് വരുമോ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും കൂടുതൽ അറസ്റ്റുകളിലേക്ക് ഉണ്ടാകുമോ? എന്തെല്ലാമാണ് ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയിലെ ഇപ്പോഴത്തെ അവസ്ഥ? എങ്ങനെയാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ട് ഈ വിശ്വാസികളും കേരള സമൂഹവും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ജയിലിലുള്ളവരുടെ അവസ്ഥ ഇനി എന്താണ് എന്നുള്ളതാണ്. നമുക്കറിയാം, പങ്കജ് ഭണ്ഡാരിയും ഈ പറയുന്ന ഗോവർദ്ധനും അറസ്റ്റിലായതോടുകൂടി CPMന്റെ ചില കേന്ദ്രങ്ങളാണ് വിറയ്ക്കുന്നത്. ഇതിൽ രാഷ്ട്രീയ ഇടപെടൽ, ഈ കൊള്ളയിൽ രാഷ്ട്രീയ ഇടപെടലുകളും ബന്ധങ്ങളും ഉണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നിടത്താണ് നിർണായകമായ ഒരു നീക്കം ഇനി ശക്തമാകാൻ പോകുന്നത്. അതായത് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയക്കാരിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം പോകുന്നത്. ഹവാല ഇടപാട് ഉൾപ്പെടെ ഈ സ്വർണ്ണക്കൊള്ളയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് ED സംശയിക്കുന്നുണ്ട്. ഇപ്പോൾ വാസുവിൻ്റെയും പത്മകുമാറിൻ്റെയും ഒരു സ്ഥിതി എന്താകും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അവർക്കിനി പുറം ലോകം കാണാൻ കഴിയുമോ എന്നുള്ള ചോദ്യം വരുമ്പോൾ ഇല്ല എന്നുള്ളതായിരിക്കും ഏകദേശം ഉറപ്പാകുന്നത്. കാരണം ഹൈക്കോടതിക്ക് മുൻപ് SIT സമർപ്പിച്ച ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, ഒരു ഇടക്കാല റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് സ്വർണം അവിടെ നിന്ന് എടുക്കുന്നതിൽ മാത്രമല്ല, കടത്തുന്നതിലും പത്മകുമാറിനും വാസുവിനും പങ്കുണ്ട് എന്നാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഈ സ്വർണ്ണക്കടത്തിൽ രാജ്യാന്തര ബന്ധം ഉൾപ്പെടെ സംശയിക്കപ്പെടുമ്പോൾ ഇവർക്കൊക്കെ ഇനി പുറം ലോകത്തേക്ക് എത്തുക എന്ന് പറയുന്നത് അസാധ്യം തന്നെയാണ്. പാർട്ടിക്കോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനോ രക്ഷിച്ചെടുക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് ഈ കേസ് പോയിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ കാണേണ്ട ഒരു വസ്തുത, ഈ സ്വർണം ഈ ശബരിമലയിൽ നിന്ന് എടുത്ത ഒരു കൂട്ടർക്കും പിന്നീട് ഇങ്ങോട്ട് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ പോലും ഒരു ദിവസം പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇവരുടെ സ്വത്തുകളെല്ലാം കണ്ടുകെട്ടുന്നു എന്നുള്ളൊരു നീക്കം വരുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കള്ളപ്പണ ഇടപാടും ഹവാല ബന്ധങ്ങളും ഒക്കെ അന്വേഷിച്ചു പോകുമ്പോൾ ഇത് മാത്രമല്ല, ഈ പറയുന്ന ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവരുടെയും പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും ഒക്കെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ പരിശോധിക്കുന്നുണ്ട്. ഇതിൽ ഈ സാമ്പത്തിക സ്രോതസ്സുകൾ പരിശോധിക്കുമ്പോൾ അതിൽ അനധികൃത സമ്പാദ്യങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് കണ്ടുകെട്ടാനുള്ള ഒരു നീക്കത്തിലേക്ക് ED കടക്കും. അതിനെ ഒന്നും തടയാൻ ഇവിടെ ആർക്കും കഴിയില്ല. ഇതുകൊണ്ടാണ് ഈ അകത്ത് കിടക്കുന്നവർക്ക് ഈ കൊള്ളയടിച്ചത് കൊണ്ടും വലിയ ഗുണമൊന്നും ഉണ്ടായില്ല, കൊള്ളയടിച്ചുണ്ടാക്കിയതൊന്നും അനുഭവിക്കാനുള്ള യോഗമില്ല. അപ്പോഴാണ് ഈ പറയുന്ന ഇവരുടെ, ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ദിവസം പോലും ഒന്നും ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഈ SITക്ക് മുൻപിൽ അറസ്റ്റിലായ ഗോവർദ്ധൻ പറഞ്ഞ ഒരു മൊഴിയുണ്ട്. അതായത് അവിടെ നിന്ന് സ്വർണം കിട്ടിയത് കയ്യിൽ വെച്ചുകൊണ്ട് എനിക്ക് മനസമാധാനത്തോടെ ഒന്നും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല, വല്ലാത്ത കുറ്റബോധം, അയ്യപ്പ കോപം ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രായശ്ചിത്തം ചെയ്യുന്നതിന് വേണ്ടി ശബരിമലയിലെ അന്നദാനത്തിലേക്ക് വഴിപാടിലേക്ക് മാളികപ്പുറത്തമ്മയ്ക്ക് ഒരു ചെയിനും കൊടുത്താൽ മതിയെന്ന് പോറ്റി പറഞ്ഞു. അപ്പൊ അതനുസരിച്ച് ലക്ഷങ്ങൾ അവിടേക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, നമ്മൾ കാണേണ്ട ഒരു വസ്തുതയുണ്ട്. ഈ കൊള്ള നടത്തിയതിന് ശേഷം ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ചില സംഭവങ്ങളുണ്ട്. 2019 ഈ കൊള്ളയുടെ പല കാര്യങ്ങളും നടക്കുന്നത്. അതിൽ 2019 ആ ഒരു സംഭവത്തിന് ശേഷമൊക്കെ പത്മകുമാറിന്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി കറിവേപ്പില പോലെ എടുത്ത് വലിച്ചെറിയുന്ന ഒരു സമീപനമായിരുന്നു. അതായത് ഈ പത്തനംതിട്ട എന്ന ജില്ലയിൽ CPMന്, പ്രത്യേകിച്ച് പിണറായി വിജയന് വലിയ ഒരു പ്രഭാവം ഉണ്ടാക്കി കൊടുക്കാൻ പണിയെടുത്ത ആളാണ് പത്മകുമാർ. പക്ഷെ പിന്നീട് പാർട്ടി ഇയാൾക്ക് വേണ്ടത്ര പരിഗണന കൊടുത്തില്ല, ഇയാൾക്ക് പദവികൾ കൊടുത്തില്ല, പദവികളിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സമീപനം ഉണ്ടായി. ആ ഒരു ഘട്ടത്തിലേക്കൊക്കെ വന്നപ്പോഴത്തേക്ക് പാർട്ടിയിൽ നിന്നും പാടെ ഇയാളെ തള്ളിക്കളയുന്ന ഒരു നീക്കം ഉണ്ടായി. അങ്ങനെ പാർട്ടിയിൽ നിന്നും പുറത്താകുന്ന ഒരു സാഹചര്യം വരെ, പാർട്ടിക്കെതിരെ ഇയാൾ സംസാരിക്കുന്ന ചില സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. പാർട്ടിയെ വിമർശിച്ച് സംസാരിക്കുന്ന ഒരു സമയം വരെ ഉണ്ടായിരുന്നു. കൊല്ലത്ത് നടന്ന സമ്മേളനത്തിൽ ഈ കറിവേപ്പില പോലെ പത്മകുമാറിനെ വലിച്ചെറിഞ്ഞ ഒരു സമയത്ത് പത്മകുമാർ പങ്കുവെച്ച ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. പതിറ്റാണ്ടുകൾ ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തതിന് കിട്ടിയ കൂലി, അവജ്ഞ, അവഹേളനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വൈകാരികമായ ഒരു കുറിപ്പൊക്കെ പങ്കുവച്ചിരുന്നു. കള്ളൻ വാസുവിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, വാസു കോവിഡ് സമയത്തൊക്കെ രോഗം മൂർച്ഛിച്ച് ഇയാള് ICUവിൽ കിടക്കുന്ന ഒരു സാഹചര്യം. പക്ഷെ അന്ന് ചത്തില്ല. അയ്യപ്പൻ EDക്ക് മുമ്പ് പണി തുടങ്ങി. അതായത് ചത്തില്ല,
അങ്ങനെയൊന്നും ചാകരുത്. ഇതിന്റെ എല്ലാ വശങ്ങളും പുറത്തേക്ക് വരണം. ഇവർ കള്ളന്മാരാണെന്നുള്ളത് ലോകത്തിന് ബോധ്യപ്പെടണം. അപ്പോൾ ആ ഒരു നീക്കങ്ങളൊക്കെ അയ്യപ്പൻ അന്നേ തുടങ്ങിയിരുന്നതാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇതൊക്കെ വിശ്വാസികളുടെ അവർ പറയുന്ന കാര്യങ്ങളാണ്, വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അവർ പറയുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഒരു വഴിക്ക്. ഇവിടെ ഇതിലേക്ക് ഇഡി വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ കേന്ദ്രങ്ങളെയെല്ലാം വിറപ്പിക്കുന്നത്. ഇതിലെ ഹവാല ഇടപാടുകൾ ഉൾപ്പെടെ ഇഡി പരിശോധിക്കുമ്പോൾ അതിൽ ഈ രാഷ്ട്രീയക്കാർക്ക് പങ്കുണ്ടെങ്കിൽ അവരെല്ലാവരും തൂങ്ങും. ഇപ്പോൾ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ പേടിച്ച് വിറച്ച് AKG സെന്ററിൽ ഓടിക്കയറുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട്. കാരണം കടകംപള്ളി സുരേന്ദ്രനെയൊക്കെ ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിപ്പിക്കും. ഇതുകൂടാതെ ഇനി ശങ്കർദാസും വിജയകുമാറും ഒക്കെ അറസ്റ്റിലാകാനുണ്ട്. കഴിഞ്ഞ ദിവസം കോടതി പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു ചോദിച്ചത്, എന്തുകൊണ്ട് ഇവരിലേക്കൊന്നും അന്വേഷണം പോകുന്നില്ല, ശങ്കർദാസിനെയും വിജയകുമാറിനെയും ഒക്കെ ആരാണ് സംരക്ഷിക്കുന്നത് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ഹൈക്കോടതി ചോദിച്ചിരുന്നു. അപ്പോൾ ഇവിടെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും കൂടി നടന്നിരിക്കുന്നത്. അതായത് ഈ പോറ്റിയെ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ അടുത്ത അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്ന രണ്ടുപേരായിരുന്നു ഈ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും. പക്ഷെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു മനോഭാവമായിരുന്നു ഈ പറയുന്ന SITക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞപ്പോഴായിരുന്നു പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും അറസ്റ്റ് പെട്ടെന്ന് നടക്കുന്നു. അപ്പോൾ എല്ലാവരും കരുതി ഹൈക്കോടതി ഒന്ന് കുടഞ്ഞതുകൊണ്ട് SIT അറസ്റ്റ് ചെയ്തു എന്നായിരുന്നു പൊതുവെ എല്ലാവരും കരുതിയത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഈ പിണറായി വിജയന്റെ ഒരു കളി നടന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആഭ്യന്തര വകുപ്പിൽ നിന്ന് കൃത്യമായ ചില കളികൾ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. അതായത് ഹൈക്കോടതി SITയെ മുള്ളുമേൽ നിർത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഒരു നീക്കം നടന്നു. ഇഡിക്ക് സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാമെന്ന് കോടതി ഉത്തരവിട്ടു. ഇതുവരെ SIT നടത്തിയ അന്വേഷണത്തിന്റെ എല്ലാ റിപ്പോർട്ടുകളും ഇഡിക്ക് കൊടുക്കണം എന്ന് ഉത്തരവിടുകയും ചെയ്തു. അതുവരെ ഈ ഇഡി അന്വേഷണത്തെ എതിർത്തുകൊണ്ട് നിന്ന SITക്ക് അവിടെ അടപടലം പാളിപ്പോയി. അപ്പോൾ കൃത്യമായി ഇഡി കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു എന്നുള്ള ഘട്ടത്തിലായിരുന്നു അതിനു മുൻപേ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും അറസ്റ്റ് ചെയ്യുന്നത്. അതായത് അവരുടെ നാവിൻ തുമ്പിൽ ഇതിൽ രാജ്യാന്തര ബന്ധമുണ്ട് എന്നുള്ളൊരു ആരോപണം വന്നിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയും പറഞ്ഞു കഴിഞ്ഞു 500 കോടിയുടെ ഡീലിങ്സ് ആണ് ശബരിമല സ്വർണവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്. അതിൽ രാജ്യാന്തര സംഘങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് രമേശ് ചെന്നിത്തല മൊഴി കൊടുത്തിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാവുന്ന, അതായത് ഈ സ്വർണ്ണക്കൊള്ള നടന്നു എന്ന് വിവരം ലഭിച്ച 2 വ്യവസായികൾ SITക്ക് മൊഴി കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ രാജ്യാന്തര ബന്ധം സംശയിക്കുമ്പോൾ ഈ രാജ്യാന്തര ബന്ധങ്ങളിലേക്കുള്ള കണ്ണികളായിരിക്കാം ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും. അതുകൊണ്ടാണ് അവരെ ഇതുവരെ അറസ്റ്റ് ചെയ്യാതിരുന്നത്. കാരണം അവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ പാർട്ടിയോടുള്ള കൂറും കാര്യങ്ങളൊന്നുമില്ല. അവർ ബിസിനസ്സുകാരാണ്. അങ്ങനെ വരുമ്പോൾ ഈ ബിസിനസ്സുകാർ ആരെയും സംരക്ഷിക്കാൻ നിൽക്കില്ലല്ലോ. അവർ അവരുടെ ഭാഗം ക്ലിയർ ആക്കാനേ നോക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും പേരുകൾ വിളിച്ചു പറയും. പത്തനംതിട്ടയിലെ പല രാഷ്ട്രീയക്കാർക്കും, അതായത് CPMന്റെ പല ഉന്നതന്മാർക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ള വിവരമുണ്ട്. ഇനിയും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ അറസ്റ്റിലാകാനുണ്ട്. ഏകദേശം SIT എടുത്ത കേസിൽ ഒരു 15 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. ഇതിൽ 7 പേരുടെ അറസ്റ്റ് മാത്രമേ നടന്നിട്ടുള്ളൂ. ഇനിയും കിടക്കുന്നു ബാക്കിയുള്ളവർ. അപ്പോൾ ആ അറസ്റ്റുകളിലേക്കൊക്കെ അതിനിർണായകമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും SIT കടക്കും. ഇവിടെ ഈ SITയുടെ അന്വേഷണം പല കേന്ദ്രങ്ങളെയും വിറളി പിടിപ്പിക്കാൻ ഒരു കാര്യമുണ്ട്. കാരണം ഹൈക്കോടതി ഉത്തരവിട്ടതിനനുസരിച്ചാണ് SITയുടെ അന്വേഷണം മുൻപോട്ട് പോകുന്നത്. SIT കൊടുക്കുന്ന റിപ്പോർട്ടുകളെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് ഹൈക്കോടതി നടപടികൾ സ്വീകരിക്കുന്നത്. ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുമ്പോൾ SITക്ക് കണ്ടെത്താൻ കഴിയാത്ത എന്തെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കണ്ടെത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതി ചോദിക്കും, എന്തുകൊണ്ട് ഇത് നിങ്ങളുടെ കണ്ണിൽ പെട്ടില്ല, എന്തുകൊണ്ട് ആ ഒരു അന്വേഷണത്തിലേക്ക് കടന്നില്ല? അടപടലം SIT താഴെ വീഴും. അപ്പോൾ ആഭ്യന്തര വകുപ്പിലെ ഉന്നതർ ഉൾപ്പെടെ ഈ കേസ് അട്ടിമറിക്കുന്നതിനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കാരണം ശങ്കർദാസിന്റെ മകൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അത്ര നിസ്സാരക്കാരനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനൊന്നും അല്ല ഹരിശങ്കർ പിണറായി വിജയന്റെ വിശ്വസ്തനൊക്കെയാണ്. അപ്പോൾ ഈ രീതിയിൽ ഒരു വലിയ ഉദ്യോഗസ്ഥന്റെ അച്ഛനെ എങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി ചോദ്യം ചെയ്യും എന്നുള്ള ഒരു വിഷമം SITക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ SITക്ക് മുകളിൽ വലിയ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഈ ശങ്കർദാസിനെയും വിജയകുമാറിനെയും ഒക്കെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ എടുക്കുന്നതിലും അവരെ അറസ്റ്റ് ചെയ്യുന്നതിലും ഒക്കെ. പക്ഷേ ഇനി അധികം അങ്ങനെ മുൻപോട്ട് പോകാൻ കഴിയില്ല. ഇരുവരെയും കസ്റ്റഡിയിൽ എടുക്കേണ്ട ഒരു സാഹചര്യം മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ഈ പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള കളികൾ, പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും അവരുടെ കയ്യിൽ അകപ്പെടരുത് എന്നുള്ള ഒരു തിട്ടൂരം. പക്ഷേ അവരെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നീക്കത്തിലേക്ക് ഇപ്പോൾ ഇഡി കടന്നിട്ടുണ്ട്. അത് എതിർക്കാൻ SITക്ക് കഴിയില്ല. ഒരുപക്ഷെ SITയുടെ കസ്റ്റഡിയിലേക്ക് കിട്ടുന്നതിന് മുൻപേ ഇഡിയുടെ കസ്റ്റഡിയിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പണി വാളും.
അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പിന്നിൽ നടന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വരും. ഇത് ഇപ്പോൾ 1998 വിജയമല്യ ആക്കി കഴിഞ്ഞ സമയത്ത് വിജയമല്യ സ്വർണം പൂശിയപ്പോൾ 31 കിലോ സ്വർണം ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. അപ്പോൾ ഒരു നിലയ്ക്ക് നോക്കിയാൽ അത് വളരെ എളുപ്പമല്ലേ. ഇപ്പോൾ എത്രയുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ 31 നിന്ന് എടുത്ത ഇത്രയും ഭാഗം ഇവരെന്നെ കൊണ്ടുപോയി എന്ന് ഉറപ്പാണല്ലോ. കാരണം ഈ 31 കിലോ സ്വർണം പൂശിയതിനീട് അതിൽ തന്നെ പറയുന്നു നല്ല ഏറ്റവും നല്ല 24 കാരറ്റ് സ്വർണം പൂശാൻ പറഞ്ഞിട്ട് അതിൽ ഏറ്റവും 18 നിലവാരം കുറഞ്ഞ സ്വർണമാണ് പൂശിയിരിക്കുന്നത്. അപ്പൊ ഈ വക കാര്യങ്ങൾ നോക്കിയാൽ തന്നെ അവിടെ അഴിമതി നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ കൊള്ള നടന്നിട്ടുണ്ട് എന്നുള്ളത് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റില്ലേ. ഇത്രയധികം ഒന്നും തന്നെ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കേണ്ടി വരും. പക്ഷെ കൊള്ള നടന്നു എന്നുള്ളത് അസന്ദിഗ്ധമായിട്ട് തന്നെ പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ. ഇപ്പോൾ എത്രയുണ്ട് എന്നുള്ള ഇപ്പോഴത്തെ അളവെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ പത്മകുമാറും വാസുവും ഒക്കെ അതിബുദ്ധി കാണിച്ചതാണ് അവർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായത്. അതായത് കോടതിയോട് പറഞ്ഞത് അവിടെ സ്വർണമായിരുന്നു എന്നുള്ളതിന് തെളിവുകളൊന്നുമില്ല എന്നായിരുന്നു. പറഞ്ഞു തെളിവുകളില്ല, അത് സ്വർണമായിരുന്നു എന്ന് സ്ഥാപിക്കാനുള്ള തെളിവുകൾ ഉണ്ടായിരുന്നില്ല എന്നാണ്. പക്ഷേ ഈ ഹൈക്കോടതിക്ക് ദേവസ്വം ബെഞ്ചുണ്ട്, ശബരിമല ദേവസ്വം ബെഞ്ചുണ്ട്. ആ ബെഞ്ചിന്റെ കൈകളിൽ എല്ലാ റിപ്പോർട്ടും ഉണ്ട്. ശബരിമലയിലെ കാണാനില്ല എന്ന് പറഞ്ഞു. അത് ദേവസ്വം ബോർഡിൽ നിന്നാണ് ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ കാണാതെ പോയിരിക്കുന്നത്. ഹൈക്കോടതിക്ക് മുൻപിൽ എല്ലാ റിപ്പോർട്ടുകളും ഉണ്ട്, അതിന്റെ എല്ലാ രേഖകളും ഉണ്ട്. അപ്പോൾ ഈ ഹൈക്കോടതിയുടെ മുന്നിലുള്ള റിപ്പോർട്ടുകളിൽ അവിടെ വിജയ് മല്യ സ്വർണം പൂശിയതിന്റെയും അത് എത്രയാണെന്നുള്ളതിന്റെയും അതിന്റെ പരിശുദ്ധി എത്രയാണെന്നുള്ളതിന്റെയും എല്ലാം കൃത്യമായ രേഖകൾ ഹൈക്കോടതിയിൽ ഇരിക്കുമ്പോഴാണ് ഈ കേസിൽ നിന്ന് തടി തപ്പാൻ പത്മകുമാറിന്റെയും വാസുവിന്റെയും ഒക്കെ അഭിഭാഷകർ കോടതിയിൽ പറയുകയാണ് അവിടെ സ്വർണമായിരുന്നു എന്നുള്ളതിന് തെളിവില്ല എന്ന്. ഇത് തന്നെയാണ് ഇവർക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി. അതോടുകൂടി പൊളിഞ്ഞു. ഇവർ രക്ഷപ്പെടാനുള്ള പഴുതുണ്ടാക്കുകയാണ് എന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ടു. പിന്നെയാണ് ഇതിലേക്ക് വരുന്നത്. അതായത് 24 ക്യാരറ്റ് സ്വർണം പൂശേണ്ട ഇടത്ത് ഏറ്റവും നിലവാരം കുറഞ്ഞ സ്വർണമാണ് പൂശിയിരിക്കുന്നത്. അതാണ് ഈ 2019 അവിടെ നിന്ന് ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളികളും സ്വർണം പൂശി. അതിനുശേഷം 24 ക്യാരറ്റ് സ്വർണമാണ് അതിൽ പൂശിയതെങ്കിൽ പിന്നീട് ഉടനെ ഒന്നും അതിൽ സ്വർണം പൂശേണ്ട ആവശ്യമില്ല, വർഷങ്ങൾ അത് അതുപോലെ തന്നെ നിൽക്കും. പക്ഷെ 2024 ആയപ്പോഴത്തേക്ക് ഇതിന്റെ ചെമ്പ് തെളിഞ്ഞു. അതോടുകൂടി അടപടലം പെട്ടു എന്ന് ഇവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് തിടുക്കപ്പെട്ട് 2024 വീണ്ടും സ്വർണം പൂശുന്നതിന് വേണ്ടി നീക്കം നടന്നത്. ഇതൊന്നും ദേവസ്വം മന്ത്രി അറിഞ്ഞില്ല എന്നാണ് കടകംപള്ളി, അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. ശബരിമലയിൽ നിന്ന് ഒരു തുരുമ്പെടുത്തു കഴിഞ്ഞാൽ അത് ദേവസ്വം ബോർഡിന്റെ അറിവോടെയാണ് അത് മന്ത്രിയും അറിഞ്ഞിരിക്കണം. പിന്നെ എന്തിനാണ് അവിടെ ഒരു ദേവസ്വം മന്ത്രിയുടെ ആവശ്യമില്ലല്ലോ. അവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ അറിയുന്നില്ല, അത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ദേവസ്വം ബോർഡുകൾ. കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതാണ്, അവിടെ സർക്കാരിന് ഒരു മനസ്സറിവും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ദേവസ്വം മന്ത്രി അവിടെ ഇരിക്കുന്നത്? തന്നെയല്ല, പോറ്റിയുടെ മൊഴിയിലുണ്ട്, പത്മകുമാറിന്റെ മൊഴിയിലുണ്ട് ഇതിൽ സ്വർണം പൂശുന്നതിനെ കുറിച്ചുള്ള കത്ത് കടകംപള്ളി സുരേന്ദ്രന് കൊടുത്തിരുന്നു എന്നുള്ളത്. പിന്നെ എന്തിനാണ് കടകംപള്ളി സുരേന്ദ്രൻ കള്ളം പറഞ്ഞത്? എന്തിനാണ്? അയാളുടെ ഭാഗത്ത് തെറ്റുകൾ ഇല്ല എങ്കിൽ, അയാളുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ എന്തിനാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ അങ്ങനെ ഒരു കത്ത് എന്റെ മുൻപിലേക്ക് എത്തിയിട്ടില്ല എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു? ഒരുപക്ഷെ എത്തിയിട്ടുണ്ടാവില്ല, അദ്ദേഹം അറിയാതെ ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ പറ്റില്ലല്ലോ. എങ്ങനെ ദേവസ്വം മന്ത്രിയുടെ ഓഫീസിലേക്ക് കത്ത് അയച്ചു, ദേവസ്വം മന്ത്രിയെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് പോറ്റി പറയുന്നിടത്താണ് നമുക്ക് സംശയം തോന്നുന്നത്. അതൊരു കാര്യം. പിന്നീട് ഇതിലേക്ക് വരികയാണെങ്കിൽ ഈ വിജയ് മല്യ സ്വർണം പൂശുന്ന സമയത്ത് ഏറ്റവും പരിശുദ്ധമായ സ്വർണം തന്നെയാണ് പൂശിയത്. അതിന്റെ തെളിവുകളുണ്ട്, അതിന്റെ രേഖകളുണ്ട്. ഇതൊന്നും വെറുതെ വാക്കാൽ പറയുന്നതല്ല, അതിന്റെ എല്ലാ തെളിവുകളും രേഖകളും ഉണ്ട് ശബരിമലയിൽ സ്വർണം പൂശിയതിൻ്റെത്. പിന്നെ ഈ ശബരിമലയിൽ കൊള്ള നടത്തുന്ന സമയത്ത് ഇവർ പല മിനിറ്റ്സുകളിൽ പലതിലും വെട്ടിത്തിരുത്തലുകളും ഒക്കെ വരുത്തിയിട്ടുണ്ട്. അതായത് പിണറായി സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം വന്ന ദേവസ്വം ബോർഡിലെ അധികാരികൾ ഇതിനു മുൻപുണ്ടായിരുന്ന മിനിറ്റ്സുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പല വെട്ടിത്തിരുത്തലുകളും സ്വന്തം കൈപ്പടയിലൊക്കെ എഴുതിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ തിരിച്ചടി. ഇത്ര പൊട്ടന്മാരാണോ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഈ പത്മകുമാറൊക്കെ കൈപ്പടയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഈ കയ്യക്ഷരം എൻ്റെ അല്ല എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇതിൽ വെട്ടിത്തിരുത്തലുകൾ വന്നിട്ടുണ്ട്. അതൊക്കെയാണ്, ഇതെല്ലാം കൃത്യമായി കോടതിയുടെ മുൻപിൽ ഈ രേഖകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പത്മകുമാറിന്റെ അറസ്റ്റ്, വാസുവിന്റെ അറസ്റ്റ്, മുരാരി ബാബു, പോറ്റി, സുധീഷ് കുമാർ, അതുപോലെ തന്നെ ബൈജു, ഇവരുടെയൊക്കെ അറസ്റ്റ് നടക്കുന്നതും ഇവർക്കൊന്നും ഇതുവരെ ജാമ്യം പോലും കൊടുത്തിട്ടില്ല കോടതി. ജാമ്യത്തിന് വേണ്ടി കൊല്ലം കോടതിയിലും അതുപോലെ തന്നെ ഹൈക്കോടതിയിലും മാറി പോയി. ഇവർക്ക് ആർക്കും ഒരു ജാമ്യവും കോടതി കൊടുത്തിട്ടില്ല. കാരണം ഇവർക്കെല്ലാം ഈ കൊള്ളയിൽ കൃത്യമായി പങ്കുണ്ടെന്ന് കോടതിക്ക് പോലും ബോധ്യപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇവർക്കാർക്കും ഈ പറയുന്ന പോലെ തന്നെ ഒരു ജാമ്യം പോലും കൊടുക്കാതെ അകത്ത് തന്നെ കിടന്ന് നരകിച്ചോട്ടെ, ഒരുമാതിരി ചോര തുപ്പേണ്ടി വരും ഇനിയിപ്പോൾ. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്.
ശബരിമല ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നു. മറ്റൊരു ഈ ചില വാർത്തകളൊക്കെ വരുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന ചില കമൻറ്റുകളുണ്ട്. ഈ അന്തം കമ്മികളായിട്ടുള്ള ആൾക്കാർ പങ്കുവയ്ക്കുന്ന ചില കമൻറ്റുകളാണ്. അതിൽ പറയുന്നത്, ഈ എന്തിനാണ് ഇത്രയും വഷളാകുന്നത് വരെ കാത്തിരുന്നത്? സ്വർണം എടുത്തുകൊണ്ട് പോയപ്പോ അയ്യപ്പന് തന്നെ അങ്ങ് എഴുന്നേറ്റ് നിന്നാ പോരായിരുന്നോ? ഇടപെട്ടാൽ പോരായിരുന്നോ? ഇപ്പോ ഇത്രയും വഷളായി കഴിഞ്ഞ് ഇപ്പൊ പറയുകയാണ് ദൈവത്തിന്റെ അയ്യപ്പന്റെ കളികൾ കൊണ്ടാണ് ഇതെല്ലാം പുറത്തു വന്നത്. അല്ല, ഇത് ഇവിടെ സർക്കാർ ഉള്ളത് കൊണ്ടാണ് പുറത്തു വന്നതെന്ന്. പക്ഷെ നമ്മൾ ഈ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ അതിന് മറുപടി കൊടുക്കുന്നത് ഇങ്ങനെയാണ്. അതായത് അവർ പറയുന്നത്, ഈ ശബരിമലയിൽ സ്വർണം കട്ടതിന് ശേഷം അതിൻ്റെ ഒരുപാട് സൂചനകൾ അയ്യപ്പൻ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെയൊക്കെ അവർ പറയുന്നത് പ്രളയം നടന്നത്, അതുപോലെ തന്നെ പമ്പ കര കവിഞ്ഞൊഴുകി, അത്തരത്തിൽ പിന്നെ ശബരിമലയിൽ യുവതികളെ കയറ്റിയ സമയത്ത് എല്ലാവരുടെയും കണ്ണുകൾ ശബരിമലയിലേക്കായിരുന്നു. അപ്പോൾ അതൊന്നും മനസ്സിലാക്കാൻ ഞങ്ങൾ വിശ്വാസികൾക്ക് കഴിയാതെ പോയി. പക്ഷേ ദൈവം അപ്പോഴും ഇവന്മാർക്കെല്ലാം പണി കൊടുക്കണം എന്നുള്ള ഒരു നീക്കത്തിൽ അതിശക്തമായി തന്നെ മുൻപോട്ട് പോയത് കൊണ്ടാണ് അയ്യപ്പൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം പോറ്റി പറയുകയാണ് ഇവിടുത്തെ ദ്വാരപാലക ശില്പം കാണാനില്ല, സ്വർണ്ണപ്പാളി കാണാനില്ല എന്ന് പോറ്റിയുടെ വായിൽ നിന്ന് എങ്ങനെ വന്നു? ആ വീണത് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ അത് മാത്രം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അവിടെ അതൊരു നിമിത്തമായിരുന്നു. അപ്പോൾ ഈ ആൾക്കാർ പറയുന്നത് അതാണ്, ഇതിനൊക്കെ ഒരു നിമിത്തമുണ്ട്. അല്ലാതെ ഈ ദൈവം മറ്റേ തൂണ് പിളർന്നു വരും. ഇപ്പോഴും മനസ്സിലാവാത്ത കാര്യം ഇത് ആദ്യം മുതൽ അവസാനം വരെ ഈ കൊള്ളയ്ക്കെല്ലാം കൂട്ടുനിന്ന പോറ്റി എന്ത് വിചാരിച്ചിട്ടാണ് ഇതിങ്ങനെ പറഞ്ഞത് എന്നുള്ളതാണ് ഇപ്പോഴും തെളിയാത്ത കാര്യം. കാരണം അയാൾക്കത് മിണ്ടാതിരിക്കണം എന്ന് അയാൾക്ക് അറിയേണ്ട കാര്യമല്ലേ? അയാൾ എന്തുകൊണ്ട് അത് കാണാൻ, അയാൾ തന്നെ കൊണ്ടുപോയി കൊടുത്തൊരു സാധനം അത് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം അവിടെ ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണെന്നുള്ളതിനെ കുറിച്ച് ഈ പറഞ്ഞ പോലെ അയ്യപ്പൻ പറഞ്ഞ് തോന്നിച്ചതാണോ എന്താണ്? വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിൽ ഊന്നി പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതെന്തോ നമുക്ക് ആരുടെയും വിശ്വാസത്തെ വ്രണപ്പെടുത്താനൊന്നും നമുക്ക് കഴിയില്ല. എന്തുകൊണ്ടാണ് ഉണ്ണീഷൻ പോറ്റി അത് പറഞ്ഞത്? അത് കാണാനില്ല എന്ന് അയാൾ പറയുന്നതിന്റെ അതോ ആരെങ്കിലും കൊടുക്കാൻ വേണ്ടിയായിരുന്നു? അയാൾ രക്ഷപ്പെടും, മറ്റുള്ളവർ കുടുങ്ങുമെന്ന് വിചാരിച്ചായിരുന്നോ? കാരണം ഇതിലാണെങ്കിൽ ഹൈക്കോടതി ചില ഇടപെടലുകളിലേക്ക് കടന്നിരുന്നല്ലോ. അതായത് ശബരിമലയിലെ സ്വത്തുമായി സംബന്ധിച്ച് പല അന്വേഷണങ്ങൾ, അതായത് ഇതെല്ലാം ഹൈക്കോടതിക്ക് മുൻപിലേക്ക് എത്തേണ്ട കാര്യങ്ങളാണ്. അവിടെ എന്തെല്ലാം നടത്തുന്നോ അതിനെക്കുറിച്ചെല്ലാം കൃത്യമായി ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെ അറിയിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഹൈക്കോടതിയിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വന്ന ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പേടിച്ച് പറഞ്ഞതായിരിക്കാം, സ്വയം തടി തപ്പുന്നതിന് വേണ്ടി പറഞ്ഞതായിരിക്കാം. പക്ഷെ എന്തോ അയാളുടെ നാവിൻ തുമ്പിൽ നിന്നാണ് അത് വന്നത്. അതാണ് ഇതിന്റെ എല്ലാം തുടക്കം. എന്തായാലും വിശ്വാസികൾ പറയുന്നത് പോലെ തന്നെ ഇതെല്ലാം അയ്യപ്പൻ കാണിച്ചു കൊടുത്ത ഒരു നിമിത്തമായിട്ടാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വരെ കാര്യങ്ങൾ എത്തിയതും അന്വേഷണം എത്തിയതും ED ഈ കളത്തിലേക്ക് ഇറങ്ങുന്നതും. ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ ഇതിൽ രാഷ്ട്രീയം കളിക്കരുത് എന്നുള്ളതാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ഇവിടെ ഒരു 2-3 സീറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ശബരിമല അങ്ങ് മുക്കാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും ഇവിടുത്തെ BJPക്ക്. കാരണം ഇത് ഹൈക്കോടതിയാണ് നേരിട്ട് ഇടപെട്ടിരിക്കുന്നത്. ഒരു കളിയും നടക്കാൻ സാധ്യതയില്ല. കഴിഞ്ഞ ദിവസമൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, അതായത് SITയെ അതിരൂക്ഷ വിമർശനമായിരുന്നു ഹൈക്കോടതിയിൽ വെച്ച് ഉണ്ടായത്. ജസ്റ്റിസ് ബദറുദ്ദീൻ SIT ഉദ്യോഗസ്ഥരെ നിർത്തിപ്പൊരിച്ചു എന്ന് വേണം പറയാൻ. അപ്പോഴത്തേക്ക് ചില ആൾക്കാർ അതിനെ പ്രതികരിച്ചത്, അയ്യപ്പന്റെ സമ്പത്ത് കട്ടുകൊണ്ട് പോയതെല്ലാം തിരിച്ചു കൊണ്ടുവെപ്പിക്കാൻ വാവരിറങ്ങി എന്നും പറഞ്ഞുകൊണ്ട് അത്തരത്തിലൊക്കെയാണ് അവരതിനെ ഒരു വൈകാരികമായി വിശ്വാസത്തിൽ ഊന്നിയൊക്കെ തന്നെയാണ് ഇപ്പോഴും അതിനെ കാണുന്നത്. അതാണ് അയ്യപ്പൻ തന്നെ ഈ സത്യങ്ങൾ തെളിയിക്കും, ഈ പറയുന്ന വാസുവും പപ്പനും ഒക്കെ ജയിലിൽ തന്നെ കിടന്ന് ചോര തുപ്പും എന്നൊക്കെ അവർ പറയുന്നതിന്റെ പ്രധാന കാരണവും അതാണ്. അവരുടെ വിശ്വാസമാണത്. നമുക്കാരുടെയും വിശ്വാസത്തിൽ കയറി ചോദ്യം ചെയ്യാനോ വ്രണപ്പെടുത്താനോ കഴിയില്ലല്ലോ. അവരുടെ വിശ്വാസം പോലെ അത് അങ്ങനെ നടക്കട്ടെ. എന്തായാലും ഹൈക്കോടതിയിലാണ് ഇനി വിശ്വാസമുള്ളത്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.